ഇത് കണ്ടില്ലേ, ഇതിന്റെ ഫ്രൂട്ടാണ്. ഇതിൽ ഗ്രാഫ്റ്റിംഗ് മെത്തേഡും കൂടി ഈ മരത്തിലുണ്ട്. പക്ഷെ ഇത് അത്ര അഡ്വാൻസ്ഡ് അല്ല ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്. ഗ്രാഫ്റ്റ് ചെയ്ത് എത്രത്തോളം അതിന് സക്സസ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ബെസ്റ്റ് ഒരു 8 വർഷം കാത്തിരുന്നാലും ഏറ്റവും നല്ല ഫ്രൂട്ടിങ്. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ഇയറിലും ഓരോ ഇയർ കൂടും നമുക്ക് ഇതിന്റെ ഫലം കൂടുതലേ വരുള്ളൂ, ഇൻകം കൂടും. അതാണ് ഈ ഒരു മാംഗോസ്റ്റിന്റെ പ്രത്യേകത. നല്ല റേറ്റ് ഉള്ള ഒരു ഫ്രൂട്ടും കൂടിയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കായങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റിൻ കൃഷി രീതികളെ പറ്റിയിട്ടാണ്. അപ്പം ഇതിൽ കേരളത്തിൽ ശരിക്കും ഏറ്റവും നല്ല വിപണന മൂല്യവും അതേപോലെ തന്നെ നല്ല മാർക്കറ്റ് ഡിമാൻഡും ഉള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റിൻ. രീതികളെ പറ്റിയിട്ടും അതിൽ എന്തൊക്കെ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് കൃഷി രീതികൾ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം നോക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മാക്സിമം കാണാൻ വേണ്ടി ശ്രമിക്കുക. മാംഗോസ്റ്റിൻ പഴത്തിന്റെ കൃഷി രീതികളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകരിക്കും. ഇതൊരു 8 വർഷം പ്രായമുള്ള ഒരു ചെറിയ ട്രീ ആണ്. ഇതിൽ വരെ ഫ്രൂട്ടിങ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ വരെ ഫ്രൂട്ടിങ് ഉണ്ടായിട്ടുണ്ട്. മാംഗോസ്റ്റിൻ വളരെ പതുക്കെ വളരുന്ന ഒരു നിത്യഹരിത വൃക്ഷമാണ്. വർഷം മുഴുവൻ പച്ച നിറം നിലനിർത്തുന്ന ഇലകളും ഒതുങ്ങിയ വളർച്ചയുമാണ് ഇതിന്റെ പ്രത്യേകത. മാംഗോസ്റ്റിൻ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പലരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ മരം വളർത്താൻ ബുദ്ധിമുട്ടാണോ? എൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധിമുട്ടുള്ള കൃഷിയല്ല. പക്ഷേ ഈ മരത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടൂ. മാംഗോസ്റ്റിൻ കൃഷിയിൽ തിടുക്കം കാണിച്ചിട്ട് കാര്യമില്ല. ചെടിക്ക് വേണ്ട സമയം കൊടുക്കണം. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട പരിപാലനവും കൃത്യമായി ചെയ്താൽ മതി. മാംഗോസ്റ്റിൻ കൃഷിയിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഈ മരം ഇന്ന് നട്ടാൽ നാളെ കായ്ക്കില്ല. പക്ഷേ ഒരിക്കൽ നന്നായി വളർന്നു തുടങ്ങിയാൽ വർഷങ്ങളോളം നമ്മളെ നിരാശപ്പെടുത്താതെ വിള നൽകാൻ കഴിവുള്ള ഒരു മരമാണിത്. അതുകൊണ്ടാണ് ഇതിനെ പലരും ദീർഘകാല നിക്ഷേപമായി കാണുന്നത്. അതുകൊണ്ട് ഈ കൃഷിയിലേക്ക് വരുന്നവർ ആദ്യം ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക: ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഓരോ വർഷവും മരം വളരുന്നതും മാറുന്നതും ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്താൽ പിന്നീട് ഈ മരം തന്നെ അതിൻ്റെ കഴിവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിലൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ്. അടുത്ത നെക്സ്റ്റ് ഹാർവെസ്റ്റിന് റെഡി ആയിരിക്കുന്ന. മറ്റൊരു കാര്യം, മാംഗോസ്റ്റിൻ മരത്തിന് അധികം കൈകടത്തൽ ഇഷ്ടമല്ല. പലരും ഇടയ്ക്കിടെ മണ്ണ് ഇളക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യും. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. മരം അതിൻ്റെ സ്വാഭാവിക രീതിയിൽ വളരാൻ അനുവദിക്കണം. ഇതിന്റെ ഒരു 8 വർഷം 7 വർഷം 8 വർഷം കായ്ക്കാനാവുന്നില്ല ഒരു പ്രശ്നം മാത്രമേ ഇതിനുള്ളൂ. പക്ഷെ കായ്ച്ചു കിട്ടിയാൽ കൺസിസ്റ്റൻസ് ആയിട്ട് ഇൻകം കിട്ടുന്ന ഒരു കൃഷി രീതിയാണ് മാംഗോസ്റ്റിൻ. പിന്നെ ഇതിൽ ഗ്രാഫ്റ്റിംഗ് മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് ഇനി കായ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ആ സമയത്ത് മരത്തിന് ആവശ്യമായ ഈർപ്പവും പോഷകങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. ചെറിയ അശ്രദ്ധ പോലും പിന്നീട് വിളവിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. മാംഗോസ്റ്റിൻ കൃഷിയിൽ മറ്റൊരു നല്ല ശീലമാണ് മരത്തെ ഇടയ്ക്കിടെ മുഴുവൻ ഒന്ന് ചുറ്റി നോക്കുക. ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം തുടങ്ങിയാൽ അത് തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയും. ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ പരിഹരിച്ചാൽ പിന്നീട് വലിയ നഷ്ടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് മാംഗോസ്റ്റിൻ കൃഷിയിൽ ക്ഷമയും നിരീക്ഷണവും ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു തോട്ടം ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മാംഗോസ്റ്റിൻ മരത്തിൽ കായ പിടിക്കാൻ തുടങ്ങുന്ന സമയം നോക്കാം. ഒരു കർഷകന് ഏറ്റവും സന്തോഷം തരുന്ന സമയങ്ങളിൽ ഒന്നാണിത്. ഇത്രയും നാൾ കൊടുത്ത പരിചരണത്തിൻ്റെ ഫലം കണ്ടു തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. ആദ്യമായി വരുന്ന കായകൾ കണ്ടാൽ പലർക്കും വലിയ സന്തോഷമായിരിക്കും. പക്ഷേ ആ സമയത്തും മരത്തിന് വേണ്ട പരിചരണം തുടരണം. കാരണം കായ വന്നതുകൊണ്ട് ജോലി തീർന്നെന്ന് കരുതരുത്. നല്ല വലിപ്പവും ഗുണനിലവാരവും ഉള്ള പഴം ലഭിക്കണമെങ്കിൽ ഈ സമയത്തും ചെടി ആരോഗ്യത്തോടെ ഇരിക്കണം. ചെറിയ ട്രീ ആണെങ്കിലും അത്യാവശ്യം പ്രായമുണ്ട്. ഓക്കെ, ഒരു 8 വർഷം 7-8 വർഷമായി ഉണ്ടാവും. മറ്റൊരു കാര്യം, പഴം പാകമാകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ നിറത്തിൽ മാറ്റം കാണാം. ആ മാറ്റം ശ്രദ്ധിച്ചാൽ തന്നെ പഴം വിളവെടുക്കാൻ പാകമായോ ഇല്ലയോ എന്ന് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. ശരിയായ സമയത്ത് വിളവെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ നേരത്തെ പറിച്ചാൽ പഴത്തിന് അതിൻ്റെ മുഴുവൻ രുചി ലഭിക്കില്ല. അതുപോലെ ഒരുപാട് വൈകിയാലും ഗുണനിലവാരത്തെ ബാധിക്കും. അതുകൊണ്ട് പഴത്തിൻ്റെ പാകം ശ്രദ്ധിച്ച ശേഷമാണ് വിളവെടുപ്പ് നടത്തേണ്ടത്. വിളവെടുക്കുന്ന സമയത്തും കുറച്ച് ശ്രദ്ധ വേണം. പഴത്തിന് മുറിവ് പറ്റാതെ കൈകാര്യം ചെയ്താൽ അതിൻ്റെ ഭംഗിയും ഗുണനിലവാരവും നിലനിർത്താൻ കഴിയും. പ്രത്യേകിച്ച് വിൽക്കാനൊക്കെ ആണെങ്കിൽ ഇത് വളരെ പ്രധാനവുമാണ്.
മാംഗോസ്റ്റിൻ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ രുചി എന്താണെന്ന്. മറ്റു പല പഴങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇതിൻ്റെ രുചി. അതുകൊണ്ടാണ് ഒരിക്കൽ കഴിച്ചവർ വീണ്ടും ഇത് അന്വേഷിക്കുന്നത്. ഈ പ്രത്യേകത തന്നെയാണ് വിപണിയിലും മാംഗോസ്റ്റിന് ഒരു വലിയ പ്രത്യേക സ്ഥാനം നൽകുന്നത്. അതിനാൽ കായയുടെ എണ്ണം മാത്രം നോക്കാതെ നല്ല ഗുണമേന്മയുള്ള പഴം ലഭിക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്യേണ്ടത്. കാരണം ഗുണനിലവാരമാണ് അവസാനം കർഷകന് നല്ല വില ലഭിക്കാൻ സഹായിക്കുന്നത്. ഒരു മരം ആരോഗ്യത്തോടെ വളർന്നാൽ വർഷങ്ങളോളം നല്ല വിളവ് നൽകാൻ കഴിയും. അതുകൊണ്ട് ഓരോ വർഷവും മരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് മാംഗോസ്റ്റിനെ ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത്? മാംഗോസ്റ്റിനെ ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നത് വെറുതെയല്ല. ഇതിൻ്റെ രുചിയും മൃദുവായ വെളുത്ത ചുളകളും അതിൻ്റെ പ്രീമിയം ക്വാളിറ്റിയുമാണ് ഈ പേര്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്നും ഏറ്റവും മികച്ച ഫലങ്ങളിലൊന്നായാണ് മാംഗോസ്റ്റിനെ കണക്കാക്കുന്നത്. ഒരിക്കൽ കഴിച്ചവർ വീണ്ടും അത് അന്വേഷിക്കുന്ന ഒരു പ്രത്യേക രുചിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ മാംഗോസ്റ്റിൻ്റെ ഒരു ചെറിയ ചരിത്രം പറയാം. മാംഗോസ്റ്റിൻ്റെ ജന്മദേശം തെക്കു കിഴക്കൻ ഏഷ്യയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകളായി ഇത് കൃഷി ചെയ്തു വരുന്നു. പിന്നീട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉഷ്ണമേഖലാ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു. ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാംഗോസ്റ്റിൻ നല്ല രീതിയിൽ വളരുന്നുണ്ട്. മാംഗോസ്റ്റിൻ മരത്തിൻ്റെ പുതിയ ഇലകൾ ആദ്യം ഇളം പച്ചയോ ഇളം ചുവപ്പോ കലർന്ന നിറത്തിലാണ് കാണപ്പെടുന്നത്. പിന്നീട് അവ പതിയെ കടുംപച്ച നിറത്തിലേക്ക് മാറും. ഇത് മരത്തിൻ്റെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമാണ്. ഇത് ഈ ഒരു ഫാമിൽ ഏറ്റവും കൂടുതൽ ഫ്രൂട്ടിങ് തരുന്ന ഒരു ട്രീ ആണ് ഈ കാണുന്ന മാംഗോസ്റ്റിൻ. ഇതൊരു 15 വർഷത്തിൻ്റെയൊക്കെ മുകളിൽ 15-14 വർഷത്തോളം പ്രായം ഉണ്ടാവില്ല. ഇതിന് അത്യാവശ്യം ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഇനി അത്യാവശ്യം ഇനിയുണ്ട് ഇത് ഹാർവെസ്റ്റ് ചെയ്യാനും. അത്യാവശ്യം ഇനിയുണ്ട് ഇതിൽ. ഈ ഒരു ഫ്രൂട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നല്ല റേറ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്. മാർക്കറ്റിലായാലും അവൈലബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത്യാവശ്യം നല്ല റേറ്റ് കിട്ടും. ഇത് മരത്തിന് അത്യാവശ്യം പ്രായം തന്നാൽ അത്യാവശ്യം ഇതിമന്ന് വിളവ് നന്നായി കിട്ടും. പക്ഷെ മരത്തിന് പ്രായം വരണം. മാംഗോസ്റ്റിനിൽ വരുന്ന അടുത്തൊരു ചോദ്യമാണ്, ഒരു പഴത്തിൽ എത്ര ചുളകൾ ഉണ്ടാവും? ഒരു കൗതുകരമായ കാര്യം പറയാം. മാംഗോസ്റ്റിൻ പഴം മുറിച്ചു നോക്കിയാൽ അകത്ത് വെളുത്ത ചുളകൾ കാണാം. സാധാരണയായി 4 മുതൽ 8 വരെ ചുളകൾ ഉണ്ടാകാം. ഒരു രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? പഴത്തിൻ്റെ അടിഭാഗത്ത് കാണുന്ന ചെറിയ പുഷ്പദളങ്ങൾ പോലെ തോന്നുന്ന അടയാളങ്ങൾ എണ്ണിയാൽ അകത്ത് ഏകദേശം എത്ര ചുളകളുണ്ട് ഊഹിക്കാം. പലപ്പോഴും അത് ശരിയാകാറുണ്ട്. ഒരു ചോദ്യമാണ്, മാംഗോസ്റ്റിൻ മരത്തിൻ്റെ പ്രായം കൂടുമ്പോൾ എന്ത് മാറ്റം വരും? മാംഗോസ്റ്റിൻ മരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രായം കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഉൽപാദന ശേഷിയും വർദ്ധിക്കും എന്നതാണ്. തുടക്കത്തിൽ കുറച്ച് പഴങ്ങൾ മാത്രമേ കിട്ടൂ. എന്നാൽ മരം പൂർണ്ണ വളർച്ചയിലെത്തിയാൽ വർഷം തോറും കൂടുതൽ സ്ഥിരതയോടെ വിളവ് നൽകാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കൃഷിയെ ഒരു ദീർഘകാല നിക്ഷേപമായി പലരും കാണുന്നത്. ഇനി മാംഗോസ്റ്റിൻ കൃഷിരീതിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നോക്കാം. മാംഗോസ്റ്റിൻ ഒരു ദീർഘകാല ഫലവിളയാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ശരിയായ രീതിയിൽ കൃഷി ചെയ്താൽ പിന്നീട് വർഷങ്ങളോളം നല്ല വിളവ് പ്രതീക്ഷിക്കാം. ആദ്യം തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല നഴ്സറിയിൽ നിന്നുള്ള ആരോഗ്യമുള്ള തൈ വാങ്ങാൻ ശ്രദ്ധിക്കുക. രോഗലക്ഷണങ്ങളൊന്നുമില്ലാത്തതും നല്ല വളർച്ചയുള്ളതുമായ തൈകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. തൈ നടുമ്പോൾ ചെടികൾ തമ്മിൽ ആവശ്യത്തിന് അകലം നൽകണം. സാധാരണയായി 7 മുതൽ 8 മീറ്റർ വരെ അകലം നൽകുന്നത് മരത്തിന് ആവശ്യമായ വെളിച്ചവും വായുസഞ്ചാരവും ലഭിക്കാൻ സഹായിക്കും. പിന്നീട് മരം വലുതാകുമ്പോൾ കൊമ്പുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാനും ഇത് നല്ലതാണ്. നടുന്നതിന് മുമ്പ് കുഴിയിൽ നന്നായി പഴകിയ ചാണകവളമോ കമ്പോസ്റ്റോ ചേർക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം കുറച്ച് വേപ്പിൻ പിണ്ണാക്കും ചേർത്താൽ മണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാനും ചില മണ്ണിലെ കീടങ്ങളുടെ ശല്യം കുറക്കാനും സഹായിക്കും. പക്ഷെ കായ് കമ്മില്ലിമേല് സൈസ് കൂടുതലല്ലേ? ദീർഘകാലം ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് മാംഗോസ്റ്റിൻ. ഇതൊരു ഇവിടുത്തെ ഏറ്റവും ചെറിയൊരു മാംഗോസ്റ്റിൻ ട്രീ ആണ്. ഇതിൽ വരെ കായ്ഫലം ഉണ്ടായിരുന്നു. ആവശ്യനായതാണ്. ചെറിയ ട്രീ ആണ്. ചെറിയ ട്രീ ആണെങ്കിൽ പ്രായം കിട്ടാം അത്യാവശ്യം.
വളപ്രയോഗം ചെയ്യുമ്പോൾ മാംഗോസ്റ്റീൻ മരത്തിന് ഒരേ സമയം കൂടുതൽ വളം നൽകുന്നതിനേക്കാൾ വർഷത്തിൽ 2-3 തവണ ആവശ്യമായ അളവിൽ നൽകുന്നതാണ് നല്ലത്. ജൈവവളങ്ങൾ ഈ കൃഷിയിൽ വളരെ പ്രധാനമാണ്. നല്ല ചാണകവളം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ് എന്നിവ ഉപയോഗിക്കുന്നത് മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതൊരു വൺ ഓഫ് ദ പ്രീമിയം ഫ്രൂട്ടാണ്. ഇന്നിപ്പം നമ്മുടെ മാർക്കറ്റിൽ കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റും അതേപോലെ തന്നെ ഒരു പ്രീമിയം ഫ്രൂട്ടും കൂടിയാണ്. മരത്തിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് വളത്തിന്റെ അളവും കൂട്ടണം. ചെറിയ തൈകൾക്ക് കുറച്ച് അളവ് മതിയാകും. എന്നാൽ വളർന്ന് കായ്ക്കാൻ തുടങ്ങിയ മരങ്ങൾക്ക് കൂടുതൽ പോഷകങ്ങൾ ആവശ്യമായേണ്ടി വരും. ജൈവ വളത്തോടൊപ്പം മണ്ണ് പരിശോധന നടത്തി ആവശ്യമായ രാസവളങ്ങളും ശുപാർശ ചെയ്യുന്ന അളവിൽ നൽകാം. എന്നാൽ അമിതമായി വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മാംഗോസ്റ്റീൻ പഴം പാകമാകുമ്പോൾ മരത്തിൽ നിന്ന് സ്വയം വീഴുന്നതിന് മുമ്പ് തന്നെ വിളവെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്താൽ പഴത്തിന്റെ ഗുണനിലവാരവും ഭംഗിയും കൂടുതൽ നന്നായി നിലനിർത്താൻ കഴിയും. മാംഗോസ്റ്റീൻ മരത്തിന് മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പം ഉണ്ടായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഈ മരത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. വേനൽക്കാലത്ത് മണ്ണ് അധികം ഉണങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ചെറിയ തൈകൾക്ക് കൃത്യമായ ഇടവേളകളിൽ വെള്ളം നൽകേണ്ടതും വളരെ പ്രധാനമാണ്. അതേസമയം മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച ഉറപ്പാക്കുകയും വേണം. വേരിന് ചുറ്റും ദിവസങ്ങളോളം വെള്ളം നിൽക്കുകയാണെങ്കിൽ വേരുകളുടെ ആരോഗ്യത്തെ ബാധിക്കാം. കേരളത്തിലെ ലാഭകരമായ രീതികളിൽ ഒരു കൃഷിയാണിത് മാംഗോസ്റ്റീൻ. മാംഗോസ്റ്റീൻ മരം വർഷം മുഴുവൻ ഇല പൊഴിയുന്ന മരമല്ല. ഇതൊരു നിത്യഹരിത വൃക്ഷമാണ്. അതായത് വർഷം മുഴുവൻ പച്ചപ്പ് നിലനിർത്തും. അതുപോലെ തന്നെ മരത്തിന്റെ ചുവട്ടിൽ ഉണങ്ങിയ ഇലകൾ, പുല്ല് അല്ലെങ്കിൽ ജൈവവസ്തുക്കൾ എന്നിവ വിരിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനെ മൾച്ചിങ് എന്നാണ് പറയുന്നത്. മൾച്ചിങ് ചെയ്താൽ മണ്ണിലെ ഈർപ്പം കൂടുതൽ സമയം നിലനിൽക്കുകയും കളകൾ കുറയുകയും ചെയ്യും. മണ്ണിന്റെ ചൂട് നിയന്ത്രിക്കാനും ഇത് നല്ലവണ്ണം സഹായിക്കും. ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ പോലും ദീർഘകാലത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. മാംഗോസ്റ്റീൻ മരം വളരെ ആഴത്തിലുള്ള വേരുകളേക്കാൾ പരന്നു പിടിക്കുന്ന വേരുകളിലൂടെയാണ് മണ്ണിൽ നിന്ന് വെള്ളവും പോഷകങ്ങളും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലെ മണ്ണിന്റെ ആരോഗ്യം വളരെ പ്രധാനമാണ്. മാംഗോസ്റ്റീൻ മരത്തിൽ എല്ലാ പഴങ്ങളും ഒരേ ദിവസം വിളവെടുപ്പും പല ഘട്ടങ്ങളായി നടത്തുന്നത്. മാംഗോസ്റ്റീൻ മരത്തിന് വലിയ തോതിൽ പ്രൂണിംഗ് സാധാരണ ആവശ്യമില്ല. എന്നാൽ ഉണങ്ങിയതോ രോഗബാധിതയുള്ളതോ ആയ കൊമ്പുകൾ കണ്ടാൽ നീക്കം ചെയ്യാം. ഇടയ്ക്കിടെ മരം മുഴുവൻ ഒന്ന് നിരീക്ഷിക്കുന്നത് നല്ല ശീലമാണ്. പുതിയ തളിരുകൾ വരുന്നുണ്ടോ, ഇലകളിൽ അസാധാരണ മാറ്റങ്ങളുണ്ടോ, കീടങ്ങളുടെയോ രോഗങ്ങളുടെയോ ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കാം. പലപ്പോഴും ചെറിയ പ്രശ്നങ്ങൾ തുടക്കത്തിൽ കണ്ടെത്തിയാൽ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. മാംഗോസ്റ്റീൻ ലോകത്ത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ്. മാംഗോസ്റ്റീൻ ഒരു വേഗത്തിൽ വളരുന്ന ഫലവൃക്ഷമല്ല. പക്ഷേ അതുതന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. തുടക്കത്തിൽ മരം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വേരുകളുടെ വളർച്ചയ്ക്കാണ്. അതുകൊണ്ടാണ് തുടക്കത്തിൽ വളർച്ച പതുക്കിയെന്ന് തോന്നുന്നതും പിന്നീട് നല്ല കരുത്തുറ്റ ഒരു വൃക്ഷമായി മാറാൻ ഇതിന് കഴിയുന്നതും. മറ്റൊരു കാര്യം, ഒരു മാംഗോസ്റ്റീൻ മരത്തെ ഒരിക്കൽ നന്നായി പരിചരിച്ചു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പല അനുഭവസമ്പന്നരായ കർഷകരും ഇത് ഒരു സീസണിൻ്റെ വിളയായല്ല, അടുത്ത തലമുറക്കുള്ള ഒരു നിക്ഷേപമായാണ് കാണുന്നത്. മരത്തിൻ്റെ ആരോഗ്യം മനസ്സിലാക്കാൻ ആദ്യം നോക്കേണ്ടത് പഴമല്ല, ഇലകളാണ്. നല്ല പച്ചനിറവും ആരോഗ്യമുള്ള ഇലകളും ഉണ്ടെങ്കിൽ മരം ശരിയായ ദിശയിലാണ് വളരുന്നതെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇടയ്ക്കിടെ മരത്തെ ഒന്ന് നിരീക്ഷിക്കുന്ന ശീലം വളരെ വിലപ്പെട്ടതാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, കൃഷിയിൽ എല്ലാ ഉത്തരങ്ങളും പുസ്തകങ്ങളിൽ കിട്ടില്ല. ചില ഉത്തരങ്ങൾ മരം തന്നെ നമ്മളെ പഠിപ്പിക്കും. ഓരോ പുതിയ തളിരും ഓരോ പൂവും ഓരോ കാമ്പും ഒരു പുതിയ അനുഭവമാണ്. ആ അനുഭവങ്ങളാണ് ഒരു സാധാരണ കർഷകനെ നല്ലൊരു കർഷകനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് മാംഗോസ്റ്റീൻ കൃഷിയിലേക്ക് വരുന്നവർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രം: ക്ഷമ നഷ്ടപ്പെടുത്തരുത്. മരത്തെ മനസ്സിലാക്കാൻ സമയം ചെലവഴിക്കൂ. നിങ്ങൾ മരത്തെ നന്നായി പരിപാലിച്ചാൽ ഒരു ദിവസം ആ മരം നല്ല വിളവിലൂടെ തന്നെ അതിന് നന്ദി പറയുന്നതായിരിക്കും. കൃഷിയിൽ ഒരു പഴമൊഴിയുണ്ട്:
ചില മരങ്ങൾ വേഗത്തിൽ വളർന്ന് പെട്ടെന്ന് ഫലം തരും. ചില മരങ്ങൾ സമയമെടുത്ത് വളർന്ന് വർഷങ്ങളോളം ഫലം തരും. മാംഗോസ്റ്റീൻ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൃക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ദീർഘകാല നിക്ഷേപമായി തീർച്ചയായും കാണാൻ പറ്റും. ദീർഘകാലം ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് മാംഗോസ്റ്റീൻ. ഇതിന്റെ ഒരു പ്രത്യേക ഒരു പോരായ്മ എന്താ വെച്ചാൽ നമുക്കൊരു 8 വർഷം ക്ഷമയോട് കൂടി ഒരു 8-10 വർഷം കാത്തിരിക്കാം ഇതിന്റെ ഒരു പോരായ്മയായിട്ടേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസ് ആയിട്ട് ഒരുപാട് കാലം നമുക്ക് നല്ല വിളവ് തരാൻ പറ്റിയ ഒരു കൃഷി രീതിയും കൂടിയാണ് മാംഗോസ്റ്റീൻ കൃഷി രീതി. ഫസ്റ്റ് ടൈം ക്ഷമയോട് കൂടി കാത്തിരിക്കാൻ പറ്റിയവർക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കൃഷി രീതിയാണ് മാംഗോസ്റ്റീൻ. നല്ല വിപണി മൂല്യമുണ്ട്, അതേപോലെ തന്നെ നല്ല മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. നമുക്ക് എനി ടൈം ഏത് മാർക്കറ്റിൽ കൊണ്ടുകൊടുത്താലും എനി ടൈം നല്ല റേറ്റ് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് മാംഗോസ്റ്റീൻ. അതുപോലെ തന്നെ നമ്മളെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. എവിടെ നട്ട് കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും ഇതിൻ്റെ ഒരു 8 വർഷം സമയം എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ സമയം എടുത്തു കഴിഞ്ഞാൽ എനി ടൈം ഏത് കാലാവസ്ഥയിലും ബെറ്റർ ആയിട്ട് ഉണ്ടാകുന്ന ഒരു പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഫ്രൂട്ടും കൂടിയാണ് മാംഗോസ്റ്റീൻ.